ഇന്ന് നമുക്കൊരു ബീഫിന്റെ റെസിപ്പി കാണാം കേട്ടോ. അപ്പൊ ഇതാ 1 കിലോ ബീഫാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ ബീഫത്തെ വെള്ളമൊക്കെ ചോർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് വേഗം ഞാൻ ഇതിലേക്കുള്ള ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വേവിച്ചെടുക്കണം. അപ്പൊ ഞാനതൊരു മൺചട്ടിക്ക് ആക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടാണ് വേവിച്ചെടുക്കണത്. അപ്പോൾ ബീഫ് മൺചട്ടിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഇതാ ഒരു 2 പിടി ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അത് ചേർത്ത് കൊടുത്തു. അരിഞ്ഞിട്ടും ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിന്റെ കഷ്ണം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചതച്ച് അതും ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിൻ്റെയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൈവച്ചിട്ട് ഇതാ നല്ലോണം തിരുമ്മി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മസാലപ്പൊടികളൊന്നും നമ്മളിപ്പോൾ ചേർക്കണില്ല കേട്ടോ. ഇപ്പൊ ഈ ഒരു പൊടികൾ, ഈ മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പൊ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അല്ലെങ്കിലും ഈ വിറകടുപ്പിൽ വെക്കണ ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. വിറകടുപ്പിൽ മൺചട്ടിയിൽ വെക്കണ ബീഫിന്, അപ്പോൾ കുക്കറിൽ വെക്കണ ബീഫിന് ടേസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ, പക്ഷെ മൺചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബീഫ്. എന്നിട്ട് ഇടയ്ക്കൊന്ന് വന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തന്നെ നമ്മളെ ബീഫ് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കട്ടോ. പിന്നെ അടച്ചു വെച്ചിട്ട് വീണ്ടും തീയൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, അതുപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചതും അതാണ് കേട്ടോ നമ്മളിപ്പോൾ മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതിൽ തന്നെ ഏലക്കായ, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വറുത്ത് പൊടിച്ച മല്ലിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഗരം മസാല ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനൊരു കടായി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് കഴുകി ചതച്ചെടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇട്ട് കൊടുത്തു. കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. പിന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം, അത് മൂത്ത് വന്നതിന് ശേഷം കേട്ടോ, ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മളെടുത്ത മസാലപ്പൊടികളുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളെ ബീഫിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ കരിയും കേട്ടോ. മസാലപ്പൊടികൾ കരിയരുത്. ഫ്ലെയിം ഓഫാക്കിയിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതാ നമ്മൾ ബീഫിലേക്ക് ഇത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലപ്പൊടികളൊക്കെ നമ്മളെ ബീഫൊക്കെ നല്ലോണം പിടിക്കട്ടെ. ഇനിയിപ്പോൾ തീ നല്ലോണം കത്തേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ബീഫ് ഹാഫ് വേവായിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം ചുഴറ്റി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ച് കിടക്കണ ബീഫ് ആകുമ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ ബീഫ് കല്ലക്കും. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് പിന്നെ വേവിച്ചെടുത്തു. അങ്ങനെ ചാമ്പി കടന്ന് വേവാന്ന് പറയില്ലേ, അങ്ങനെ വേവുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ബീഫിന്. പിന്നെ അതിലേക്ക് ഞാൻ 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം കൂടെ അടുപ്പത്ത് വെച്ചു. അങ്ങനെ നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ബീഫിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടിട്ടോ. അപ്പൊ രാവിലത്തെ അപ്പം ഉണ്ടേനി, അപ്പത്തേക്ക് 2 കഷ്ണം ബീഫൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടേനി.